ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും കെയിലും കൂടിയിട്ട ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് ആ കെയിൽ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കെയിലും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു തോരനാണ്. അപ്പോൾ നമ്മൾ ഈ കെയിൽ ഇതുകൊണ്ട് നല്ല തലയിലായിട്ടുള്ള കെയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കെയിൽ ഉരുളക്കിഴങ്ങും കൂടെ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങെല്ലാം നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കെയിലിനെ നമ്മൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചു. പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കിഴങ്ങിനെ ആദ്യം വേവിച്ചെടുക്കാവേ. ഈ കിഴങ്ങിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാവേ. നമുക്ക് സ്വല്പം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് കോരി മാറ്റി വെക്കാവേ. നമ്മൾ ആ സെയിം പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഉള്ളി ഇട്ട് വെക്കും. അതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേയില ഇട്ട് കൊടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടി ഇതിലേക്ക് സ്വല്പം തേങ്ങ ഇട്ടിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് പൊട്ടി വേവിച്ചെടുക്കാതെ. നമ്മുടെ തേങ്ങയിലേക്ക് ആവി കയറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാതെ ഒന്നുകൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറുന്നോളം വരെ വെയിറ്റ് ചെയ്യാതെ. ഇത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണ്ടവർക്കാണെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാമെന്നാണ്. ഇപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങിനും ഇതിനെല്ലാം ഉപ്പുണ്ട്. ഞാൻ നേരത്തെ ഇട്ടതുകൊണ്ട് ഉപ്പ് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി ആവിയൊക്കെ കയറി അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കെയിലും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം വളരെ പോഷകഗുണമുള്ളൊരു ഇലക്കറിയും കൂടിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.